വാർത്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അന്തരിച്ച മതാന്തര സംവാദത്തിനുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മിഗുവൽ ഏഞ്ചൽ ആയിസോ ഗുയ്സോട്ടിന്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് ഫ്രാൻസിസ് പാപ്പ. നവംബർ 27 നടന്ന വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബത്തിസ്തെറി മുഖ്യ കാർമ്മികനായി. മൃതസംസ്കാര ചടങ്ങുകളുടെ അവസാന ഭാഗം ഫ്രാൻസിസ് പാപ്പയാണ് നടത്തിയത്. ജനതകളും മതങ്ങളും തമ്മിലുള്ള സാഹോദര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗമ്യതയോടും ജ്ഞാനത്തോടും കൂടി ദൈവസ്നേഹത്തിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചതെന്ന് പാപ്പ അനുസ്മരിച്ചു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 48ാം ദിനത്തിലേക്ക്. 47ാം ദിവസത്തെ സമരം വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ CP ഉദ്ഘാടനം ചെയ്തു. 47ാം ദിവസം നിരാഹാരം അനുഷ്ഠിച്ചത് പ്രദേശവാസികളായ 20 പേരായിരുന്നു. സമരമുഖം പോരാട്ടത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പൊരുതാനുള്ളതാണെന്ന് ഹോളി ഹോം കൂട്ടായ്മ ആനിമേറ്റർ ഫാദർ ഇമ്മാനുവൽ SJ പറഞ്ഞു. ഹോളി ഹോം ചെയർമാൻ ഷിജു ജോസഫ്, ജോർജ് ആന്റണി, ജസ്റ്റിൻ KG, ഷിബു ജോസഫ് എന്നിവർ സംസാരിച്ചു. ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതത്തിന്റെയും സിനഡാത്മകമായ ഒരു ദൈവശാസ്ത്രം വളർത്തിയെടുക്കേണ്ടതിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ അന്താരാഷ്ട്ര ദൈവശാസ്ത്ര കമ്മീഷന്റെ പ്ലീനറി സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് നവംബർ 28 വ്യാഴാഴ്ച വത്തിക്കാനിൽ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് സമകാലീന സഭയുടെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട തലങ്ങളെക്കുറിച്ച് പാപ്പ ഉദ്ബോധിപ്പിച്ചത്. 2025 ആഗോള സഭ ആഘോഷിക്കുന്ന ജൂബിലി ക്രിസ്തു കേന്ദ്രീകൃതമായി വളരാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നും പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ നടക്കുന്ന സർവമത പാർലമെന്റിന് ഇന്ന് തുടക്കമായി. ഡിസംബർ 1 വരെയാണ് സമ്മേളനം നടക്കുന്നത്. മതങ്ങളുടെ ഏകതയും സൗഹാർദ്ദവും സമത്വവും പ്രചരിപ്പിക്കുക എന്നതാകും സർവമത പാർലമെന്റിന്റെ മുഖ്യ ലക്ഷ്യം. നാളെ നടക്കുന്ന സമ്മേളനത്തിലാകും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദ പ്രഭാഷണം. ഈ സമ്മേളനത്തിൽ വത്തിക്കാനിലെ വിവിധ മതപ്രതിനിധികൾ സംബന്ധിക്കും. ഡിസംബർ 1-നുള്ള സമ്മേളനത്തിൽ ഇറ്റലിയിലെ ജനപ്രതിനിധികളും പങ്കെടുക്കും. നിയുക്ത കർദിനാൾ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാട്, ചാണ്ടി ഉമ്മൻ MLA, KG ബാബുരാജൻ, സ്വാമി വീരേശ്വരാനന്ദ എന്നിവരുൾപ്പെട്ടവരാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത്. വാർത്താ മാധ്യമങ്ങളിലൂടെ സുവിശേഷവത്കരണം നടത്തുകയും അതുവഴി ക്രിസ്തു തന്റെ ശിഷ്യർക്കു നൽകിയ നിയോഗം തുടരുകയും ചെയ്യുന്ന വ്യക്തികളെ സഭയിൽ ആവശ്യമുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ. വടക്കേ അമേരിക്ക കേന്ദ്രീകരിച്ച് ക്രൈസ്തവ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന ESNE ടെലിവിഷൻ ചാനൽ പ്രതിനിധി സംഘത്തിനെ വത്തിക്കാനിൽ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് വാർത്താ മാധ്യമങ്ങൾക്ക് സുവിശേഷ പ്രഘോഷണ രംഗത്തുള്ള പ്രാധാന്യം പാപ്പ ഓർമ്മിപ്പിച്ചത്. വിശുദ്ധ കുർബാനയും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റു പരിശീലനങ്ങളും സഭാ വാർത്തകളും നേരിട്ട് ലഭിക്കുന്നതിനെ പ്രായോഗികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് അത് മാധ്യമങ്ങളിലൂടെ സാധ്യമാക്കുന്നതിനായി സഹായിക്കുന്നതിനും പാപ്പ നന്ദി പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.